वक्रतुण्ड महाकाय सूर्यकोटि समप्रभा निर्विघ्नं कुरु मे देवा सर्वकार्येषु सर्वदा। गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः गुरुः साक्षात् परब्रह्म तस्मै श्री गुरवे नमः। ഓം ശ്രീ ഗുരുഭ്യോ നമ. SMECT KP അസ്ട്രോ സെൻറ്റർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ നമ്മുടെ വിഷയം മെയ് മാസത്തിൻ്റെ സമ്പൂർണ്ണ ഫലത്തെക്കുറിച്ചാണ്. അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ജ്യോതിഷം പഠിക്കുവാനും ജ്യോതിഷ സംബന്ധമായ എല്ലാവിധ ആവശ്യങ്ങൾക്കും ജ്യോതിഷ കൺസൾട്ടേഷനും ഒക്കെ SMECT KP അസ്ട്രോ സെൻറ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. കൺസൾട്ടേഷന് നേരത്തെ വിളിച്ച് ബുക്കിംഗ് ചെയ്യണം. കൺസൾട്ടേഷൻ ഫീ ഉണ്ട്. ഈ ചാനലിൽ പറയുന്ന കാര്യങ്ങൾ വ്യത്യസ്തമായിരിക്കുന്നു എന്ന് പലരും പറയുന്നതാണ്. അതിൻ്റെ കാരണം KP അസ്ട്രോളജിയുടെ അടിസ്ഥാനത്തിലാണ് ഈ ചാനലിൽ ഫലങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത്. ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. മെയ് മാസം 1-ാം തീയതിയിലുള്ള ഗ്രഹനില ഒന്ന് പരിചയപ്പെടുത്താം. മേടൻ രാശിയിൽ സൂര്യനും ഇടവരാശിയിൽ വ്യാഴവും കർക്കിടകത്തിൽ കുജനും കന്നിയിൽ കേതുവും മീനത്തിൽ ശനി ശുക്രൻ ബുധൻ രാഹു എന്നീ ഗ്രഹങ്ങളും മാസമധ്യത്തിൽ സൂര്യൻ ഇടവരാശിയിലേക്കും വ്യാഴം മിഥുനരാശിയിലേക്കും ബുധൻ മേടരാശിയിലേക്കും കേതു ചിങ്ങരാശിയിലേക്കും സർപ്പി കുംഭരാശിയിലേക്കും സംക്രമിക്കുന്നുണ്ട്. ഈ മാസത്തിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ വർഷഗ്രഹങ്ങളായ വ്യാഴവും രാഹുവും കേതുവും രാശിമാറ്റം സംക്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ്. വ്യാഴമാറ്റത്തിൻ്റെയും രാഹു കേതു മാറ്റത്തിൻ്റെയും പ്രത്യേകമായ ഓരോ രാശികളുടെയും അനുഭവ ഫലങ്ങളെക്കുറിച്ച് ഉള്ള വീഡിയോ ഈ ചാനലിൽ ഇട്ടിട്ടുണ്ട്. കാണാത്തവർ അതുകൂടി കണ്ടാൽ വ്യാഴം നിങ്ങൾക്ക് എങ്ങനെയുള്ള ഫലം തരും, രാഹു കേതു എങ്ങനെയുള്ള ഫലം തരും എന്നതിനെക്കുറിച്ചൊക്കെ വ്യക്തമായിട്ട് അറിയാൻ കഴിയും. ഈ ചാനലിൽ ഇടുന്ന ഫലപ്രവചനം KP ജ്യോതിഷത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. ഒരു രാശിയിലുള്ള 2.25 നക്ഷത്രക്കാർക്ക് എപ്രകാരമുള്ള ഫലങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത് എന്നതിനെക്കുറിച്ച് വ്യക്തമായി വിശദീകരിച്ച് പറയാം. മിഥുനൻ രാശിയിലുള്ള മകീരം 3-4 പാദം, തിരുവാതിര, പുണർദത്തിൻ്റെ 1-2-3 പാദം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്കും മിഥുന ലഗ്നത്തിൽ ജനിച്ചവർക്കും പിന്നെ കുജൻ്റെ ദശ, രാഹുവിൻ്റെ ദശ, വ്യാഴത്തിൻ്റെ ദശയൊക്കെ നടക്കുന്നവർക്കും ഈ മാസം രാശിനാഥനും ലഗ്നാധിപനുമായ ബുധൻ്റെ കർമ്മഭാവസ്ഥിതി കർമ്മപരമായ എല്ലാ കാര്യങ്ങളിലും ഉയർച്ചയും പേരും പ്രശസ്തിയും സർവ്വ ബഹുമാനാദികളും ഒക്കെ വന്നു ചേരും. ബിസിനസ് മേഖലയിലൊക്കെ ഉള്ളവർക്ക് ബിസിനസ് പരമായിട്ട് നല്ല ഉയർച്ചയൊക്കെ ഉണ്ടാകും. തൊഴിൽപരമായി ഇതുവരെ മുടങ്ങിക്കിടന്നിരുന്ന പ്രവൃത്തികളിലൊക്കെ ഉയർച്ചകൾ ഉണ്ടാകും. ഏതൊരു പ്രവൃത്തിയാണെങ്കിലും ശരി സംയോജിതമായി ചിന്തിച്ച് സമചിത്തതയോടുകൂടിയൊക്കെ ചെയ്തു തീർക്കും. ഒരേ പ്രവൃത്തി തന്നെ 2 തവണയൊക്കെ ചെയ്യേണ്ടതായിട്ട് വരും. ഉദ്യോഗാർത്ഥികൾക്ക് ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റവും അംഗീകാരവും പേരും പ്രശസ്തിയുമൊക്കെ വന്നു ചേരും. മേലധികാരികളുടെ പ്രശംസകളൊക്കെ പിടിച്ചുപറ്റും. ചിലർക്കൊക്കെ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് തന്നെ സ്ഥലം മാറ്റവും ഉണ്ടാകും. പുതിയതായി തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് തൊഴിൽ സാധ്യതകൾ ഏറെ ഉണ്ടാകും. വിദേശത്തൊക്കെ പോയി തൊഴിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് സമയം വളരെ അനുകൂലം തന്നെയാണ്. അതുകൊണ്ട് തന്നെ പരമാവധി ആവശ്യക്കാരായവർക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ്. മറ്റുള്ളവരുടെ വിശ്വാസം നേടിയെടുക്കുവാനുള്ള സന്ദർഭങ്ങളൊക്കെ ഒത്തുവരും. എല്ലാവരോടും സ്നേഹത്തോടു കൂടിയൊക്കെ സംസാരിക്കും. വിട്ടുവീഴ്ച മനോഭാവം എല്ലാ കാര്യങ്ങളുടെയും വിജയത്തിന് വഴിയൊരുക്കും. ദാനധർമ്മ ചിന്തകളൊക്കെ അധികരിക്കും. തന്നെ വിശ്വസിക്കുന്നവരെ ഒരിക്കലും കൈവിടുകയില്ല. ആത്മീയപരമായ കാര്യങ്ങളെക്കുറിച്ച് മറ്റുള്ളവർക്ക് വിശദീകരിച്ചു കൊടുക്കുവാനുള്ള താല്പര്യമൊക്കെ വർദ്ധിക്കും. അന്യനാടുമായിട്ടുള്ള തൊഴിലിൽ കൂടുതൽ താല്പര്യവും അന്യനാട്ടു വസ്തുക്കളെയൊക്കെ ബിസിനസ് ചെയ്യുവാനും ഇഷ്ടപ്പെടും. വലിയ വലിയ കമ്പനികളുമായിട്ടൊക്കെ കോൺട്രാക്റ്റൊക്കെ ഏറ്റെടുക്കും. അതിൽ നല്ല വിജയവും ധനപരമായ വലിയ നേട്ടങ്ങളും ഒക്കെ ഉണ്ടാകും. അന്യഭാഷ അന്യമതക്കാരുമായിട്ടുള്ള ബന്ധമുണ്ടാകും.
മതം മാറാനുള്ള ചിന്തകൾ കൂടി ഉണ്ടാകും. പൂർവികർ വഴി പേരും പ്രശസ്തിയും ഉയർച്ചകൾ താഴ്ചകൾ എന്താണെങ്കിലും ശരി അത് മറ്റുള്ളവരെ അതിശയിപ്പിക്കുന്ന വിധത്തിലൊക്കെ ആയിരിക്കും. വാക്കുകളിൽ വീര്യവും ധൈര്യവും ഒക്കെ വർദ്ധിക്കും. ചില നേരങ്ങളിലൊക്കെ കോപത്തോടു കൂടി സംസാരിക്കേണ്ടതായിട്ടൊക്കെ വരും. ധനപരമായ എല്ലാ കാര്യത്തിലും ശ്രദ്ധയോടുകൂടി മാത്രമേ കൈകാര്യം ചെയ്യുകയുള്ളൂ. മനസ്സിൽ ഒന്നും വയ്ക്കാതെയുള്ള സംസാര രീതി ശത്രുക്കളുടെ എണ്ണം വർദ്ധിപ്പിക്കും. കുടുംബത്തിൽ ചില അസ്വാരസ്യങ്ങൾ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകൾ ഏറെ കാണുന്നുണ്ട്. സ്വത്ത് ചേർക്കുന്നതിൽ ലക്ഷ്യപ്രാപ്തി നേടിയെടുക്കും. സെക്കൻഡ് ഹാൻഡ് സാധനങ്ങളെയൊക്കെ വാങ്ങി വിൽക്കുന്ന തൊഴിലൊക്കെ ചെയ്യും. പഴയ വസ്തുക്കൾ ഇരുമ്പ് സംബന്ധമായ ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്ക് പടിപ്പടിയായിട്ടുള്ള ഉയർച്ചകൾ ഉണ്ടാകും. തൊഴിലാളികളുമായിട്ട് നല്ല ബന്ധം സ്ഥാപിക്കും. തൊഴിലിൽ വളരെയധികം സത്യസന്ധതയൊക്കെ കാണിക്കും. വാസനദ്രവ്യങ്ങൾ വസ്ത്രാഭരണങ്ങളൊക്കെ തൊഴിലായി ചെയ്യുന്നവർക്ക് നല്ല ഉയർച്ച ഉണ്ടാകും. കൂട്ടുകാരുമൊത്ത് കൂടുതൽ സമയമൊക്കെ ചെലവഴിക്കാനുള്ള ഇഷ്ടം കാണിക്കും. വിലപിടിപ്പുള്ള വാഹനങ്ങളോടൊക്കെ താല്പര്യം വർദ്ധിക്കും. പഴയ വാഹനമൊക്കെ മാറ്റി പുതിയ വാഹനമൊക്കെ വാങ്ങിക്കും. ചിന്തയിലും പ്രവൃത്തിയിലുമൊക്കെ വേഗത വർദ്ധിക്കും. മനസ്സിന് വല്ലാത്ത ഉന്മേഷവും ഉണർവുമൊക്കെ വർദ്ധിക്കും. സ്വപരിശ്രമത്താൽ ചെയ്യുന്ന പ്രവൃത്തികളിലൊക്കെ വിജയമുണ്ടാകും. അയൽക്കാരുമായിട്ടൊക്കെ നല്ല ബന്ധം സ്ഥാപിക്കും. സഹോദരങ്ങളുമായി നല്ല ബന്ധമുണ്ടാകും. സഹോദരങ്ങളുടെ ആരോഗ്യനില അത്ര അനുകൂല നിലയിൽ കാണുന്നില്ല. സഹോദരങ്ങൾക്കായിട്ടുള്ള കടബാധ്യതകൾ ഉണ്ടാകാനുള്ള യോഗം കൂടി കാണുന്നുണ്ട്. ഈ രാശി ലഗ്നത്തിലുള്ള വീട് കെട്ടാൻ ആഗ്രഹിക്കുന്നവർക്ക് വീട് കെട്ടുവാനോ വീട് വാങ്ങിക്കാനോ ഒക്കെ സമയം വളരെ അനുകൂലം തന്നെയാണ്. മാതാവിൻ്റെ ആരോഗ്യനില അത്ര അനുകൂലമായി കാണുന്നില്ല. മാതൃകുടുംബത്തിലുള്ളവരുമായിട്ടൊക്കെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. എല്ലാം ഉണ്ടെങ്കിലും സുഖ സൗകര്യങ്ങൾ അനുഭവിക്കുവാൻ ചില തടസ്സങ്ങളും അനുഭവിക്കേണ്ടതായിട്ട് വരും. സന്താനങ്ങളുമായി നല്ല ബന്ധമുണ്ടാകും. സന്താനങ്ങളുടെ ഉയർച്ചയിൽ വളരെയധികം സന്തോഷിക്കും. സന്താനങ്ങളുടെ തൊഴിൽപരമായ കാര്യങ്ങളിലൊക്കെ ഒരു തീരുമാനത്തിലൊക്കെ എത്താൻ കഴിയും. മനസ്സിന് സന്തോഷം അനുഭവപ്പെടും. കലാസാഹിത്യങ്ങളിലൊക്കെ താല്പര്യം വർദ്ധിക്കും. കുടുംബത്തിലുള്ളവരുടെ ആരോഗ്യകാര്യങ്ങൾ ശ്രദ്ധിക്കണം. കടം, രോഗം, വഴക്ക് എന്നിവയ്ക്കുള്ള യോഗവും കൂടി കാണുന്നു. ഭക്ഷണക്രമക്കേട് കൊണ്ടുള്ള അസുഖങ്ങളോ ഉഷ്ണ സംബന്ധമായ രോഗങ്ങൾക്കൊക്കെ കൂടുതൽ സാധ്യത കാണുന്നുണ്ട്. ഈ രാശി ലഗ്നത്തിലുള്ള വിവാഹപ്രായക്കാർക്ക് മാസമധ്യത്തിന് ശേഷം വിവാഹത്തിന് സമയം അനുകൂലമായി കാണുന്നു. ദമ്പതികൾ തമ്മിലുള്ള ഐക്യതയൊക്കെ വർദ്ധിക്കും. അപ്രതീക്ഷിതമായി ചില നേരം തൊഴിൽപരമായ കാര്യങ്ങൾക്കായി യാത്രകളൊക്കെ വേണ്ടതായിട്ട് വരും. യൂണിഫോം സർവീസിലൊക്കെ ഉള്ളവർക്ക് സമയം വളരെ അനുകൂലം തന്നെയാണ്. പിതാവിൻ്റെ ആരോഗ്യനില തൃപ്തികരം തന്നെയാണ്. പിതൃകുടുംബത്തിലുള്ളവരുമായിട്ടൊക്കെ നല്ല ബന്ധമുണ്ടാകും. പൂർവികപരമായ സ്വത്തൊക്കെ വന്നു ചേരാനുള്ള യോഗം കൂടി കാണുന്നു. സംഘങ്ങൾ, ട്രസ്റ്റ് എന്നിവയിലൊക്കെ പൊതുപ്രവർത്തനങ്ങളിൽ താല്പര്യം കാണിക്കും. പൊതുവെ ഈ മാസം ധനപരമായ എല്ലാ കാര്യങ്ങളിലും നല്ല ഉയർച്ചയും ആരോഗ്യപരമായ കാര്യങ്ങൾ മധ്യമമായിട്ടുമാണ് കാണുന്നത്. ഇവയെല്ലാം ഈ രാശി ലഗ്നക്കാരുടെ ഈ മാസത്തെ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിലുള്ള പൊതുവായ ഫലങ്ങൾ മാത്രമാണ്. അവരവരുടെ ജനനകാല ഗ്രഹനിലയ്ക്കനുസരിച്ച് തത്സമയം നടക്കുന്ന ദശ അപഹാരങ്ങൾക്കനുസരിച്ച് ഫലങ്ങളിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകുമെന്നുകൂടി പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.